ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും പല മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ആ മിസ്റ്റേക്കുകൾ നമ്മൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം ഇത്രയും സാധാരണമായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ മിസ്റ്റേക്കുകൾ ഒരിക്കലും കറക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആദ്യം തന്നെ ആ മിസ്റ്റേക്കുകൾ എന്താണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും പ്രധാനം നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ ആഹാരം നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നുണ്ട്. ഒരു ദിവസം ഏതാണ്ട് 2000-2200 കാലറി ഊർജ്ജം മാത്രം നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ മതി. പക്ഷേ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടോട്ടൽ അളവ് നോക്കുമ്പോൾ നമ്മുടെ കാലറി ചെല്ലുന്നത് ഏതാണ്ട് 2500 മുതൽ 3000 കാലറി ഊർജ്ജമാണ് ചെല്ലുന്നത്. അപ്പോൾ കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരം അതിനെ ഒട്ടും പുറന്തള്ളുകയില്ല, ഒരു തുള്ളി പോലും കളയുകയില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന കാലറി, ഊർജ്ജം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അത് നമ്മുടെ ത്വക്കിനടിയിൽ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ സൂക്ഷിക്കുന്നു. ആന്തരിക അവയവങ്ങളിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലിവറിൽ അത് സൂക്ഷിക്കുമ്പോഴാണ് ഫാറ്റി ലിവറിന്ന് കൂടുതലായിട്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രമേഹം കൂടുതലായിട്ടുണ്ടാകുന്നതും ഈ കാലറി കൂടുതലായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അമിതവണ്ണത്തിൻ്റെയും അല്ലെങ്കിൽ ഓവർ വെയ്റ്റിൻ്റെയും കാരണം ഇതുതന്നെയാണ്. അപ്പോൾ നമ്മൾ ആഹാരം അമിതമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പഴമക്കാർ പറഞ്ഞിരിക്കുന്നത് പാതി വയർ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സ്റ്റൊമക്ക് നിറയുന്നിടം വരെ നമ്മൾ ആഹാരം കഴിക്കരുത്. നമ്മൾ സാധാരണ ഒരു സദ്യയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നു, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ പാർട്ടിക്ക് പോകുന്നു. അപ്പോൾ അവിടെ ബിരിയാണിയും മറ്റ് സ്വാദിഷ്ടമായ പല ഭക്ഷണ സാധനങ്ങളും അവൈലബിൾ ആയിരിക്കും. അവയെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ശരിക്കും നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ കാലറി അല്ലെങ്കിൽ ഊർജ്ജമാണ് ശരീരത്തിലെത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ വൈകിട്ട് ആഹാരം കഴിക്കുന്നത് മിക്കപ്പോഴും നമ്മൾ പുറത്തുനിന്നാണ് ആഹാരം കഴിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ റെസ്റ്റോറൻറ്റ്, അല്ലെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ബർത്ത്ഡേ പാർട്ടിയോ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്നു, അപ്പോഴൊക്കെ നമ്മൾ കൂടുതലായിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ പകരത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് എൻജോയിന് വേണ്ടിയാണ് നമ്മൾ പുറത്തു പോയി ആഹാരം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് സ്വാദിഷ്ടമായ ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് മിക്കവാറും അൺഹെൽത്തി ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അത് നമ്മൾ ഓവറായിട്ട് കഴിക്കുകയും ചെയ്യും. അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. കാരണം നമുക്ക് രാത്രിയിൽ നമ്മുടെ ദഹനശക്തി വളരെ കുറവാണ്. നിങ്ങൾ കഴിക്കുന്ന കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളൊന്നും രാത്രിയിൽ ദഹിക്കുകയില്ല. അപ്പോൾ അത് നമ്മൾക്ക് ശരീരത്തിൽ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ അമിതവണ്ണത്തിന് കാരണമാകും. അപ്പോൾ വൈകിട്ടത്തെ ആഹാരം നമ്മൾ തീരെ ലൈറ്റായിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. ഏറ്റവും ലൈറ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതും അധികം രാത്രിയാകാതെ ഏറ്റവും കുറഞ്ഞ ഒരു 8 മണിക്ക് മുമ്പെങ്കിലും നമ്മൾ വൈകിട്ടത്തെ ആഹാരം കഴിക്കണം. പിന്നെ ആഹാര കാര്യത്തിൽ കാണിക്കുന്ന രണ്ടാമത്തെ മിസ്റ്റേക്ക്, നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ്സ് കൂടുതൽ കഴിക്കുന്നു എന്നുള്ളത്. ഉദാഹരണം പറയാം, പഞ്ചസാര ഒരു റിഫൈൻഡ് ഷുഗറാണ്. കരിമ്പിൻ്റെ സർവ്വ സാധനങ്ങളും, അതായത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും ധാതുക്കളും എല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആ മധുരം തരുന്ന മോളിക്യൂൾ മാത്രമാണ് സുക്രോസ് അല്ലെങ്കിൽ ടേബിൾ ഷുഗർ എന്ന പേരിൽ നിങ്ങളുടെ മേശപ്പുറത്ത് എത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ എത്തുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിനകത്ത് എംറ്റി കലോറിക് ഫുഡാണ്. അതിനകത്ത് കാലറി ധാരാളമുണ്ട്, അതോടൊപ്പം തന്നെ അതിനകത്ത് ഒട്ടും പോഷകങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് മുഴുവനായിട്ട് ഗ്ലൂക്കോസായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് പോകുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന കാലറിക്ക് വേണ്ടിയാണ്. അപ്പോൾ കാലറി കൂടുന്നു. കാലറി നമ്മുടെ ശരീരം ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഫാറ്റായിട്ട് അല്ലെങ്കിൽ കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിഫൈൻഡ് ഷുഗർ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു തെറ്റായ നടപടിക്രമമാണ്. അതിനെപ്പറ്റി തന്നെ എൻ്റെ ചാനലിൽ 1-2 വീഡിയോകളുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക. പഞ്ചസാര നിർത്തിയാൽ നമുക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ ലഭിക്കും എന്നതിനെപ്പറ്റിയും ഒരു വീഡിയോ അടുത്ത കാലത്ത് ആ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രവിക്കുക. പിന്നെ മറ്റ് റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം റിഫൈൻഡ് ഗ്രെയിൻസ് ആണ്. സാധാരണ കഴിക്കുന്ന ചാക്കരി, പച്ചരി, കുത്തരി ഇവയൊക്കെ റിഫൈൻഡ് ഗ്രെയിൻസ് ആണ്. മില്ലിൽ കൊടുത്ത് അതിൻ്റെ തവിട് നീക്കി പോളിഷ് ചെയ്ത് ആ അരിയായിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്നത്. അപ്പോൾ അതിൻ്റെ തവിടിലാണ് പോഷകങ്ങളെല്ലാം ഉള്ളത്. അതിൻ്റെ വൈറ്റമിൻസ്, മിനറൽസ്, ഭക്ഷ്യനാരുകൾ എല്ലാം നീക്കം ചെയ്യപ്പെടുകയാണ്. ഏതാണ്ട് 23-ൽ പരം പോഷകങ്ങളാണ് അങ്ങനെ ഫാക്ടറിയിൽ നീക്കം ചെയ്യപ്പെടുന്നത്. ഉദാഹരണം, ഗോതമ്പിൻ്റെ പൊടി, നമ്മൾ മൈദ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈദ കൊണ്ടാണ് നമ്മൾ പൊറോട്ട ഉപയോഗിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതൊരു അൺഹെൽത്തി ഫുഡാണ് പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മൈദയ്ക്കകത്തും ഈ ഭക്ഷ്യനാരുകളില്ല, അതിനകത്തെ വൈറ്റമിൻസ് ഇല്ല, അതിനകത്തെ മിനറൽസ് ഇല്ല, അങ്ങനെ പലതും നീക്കം ചെയ്യപ്പെട്ട് അതിനകത്ത് കൂടുതൽ ഓയിൽ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് പൊറോട്ട. അപ്പോൾ പൊറോട്ടയുടെ ഉപയോഗം നമുക്ക് ശരിക്കും രോഗങ്ങളെ വിളിച്ചു വരുത്തുന്ന ഒന്നിന് തുല്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് റിഫൈൻഡായിട്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ. പിന്നെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ മിസ്റ്റേക്ക്, നമ്മൾ നാരുകളുള്ള ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതാണ്.
നാരുകൾ എന്ന് പറയുമ്പോൾ ഭക്ഷ്യനാരുകൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭക്ഷ്യനാരുകൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് വളരെയധികം പ്രയോജനം ലഭിക്കും. അതായത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകത്തില്ല, നമുക്ക് കോളൻ ക്യാൻസർ പോലെയുള്ള ക്യാൻസർ ഉണ്ടാകത്തില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പതുക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുള്ളൂ. അതായത് നമ്മൾ അന്നജം കൂടുതലുള്ളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നാരുകൾ കൂടെ ഉണ്ടെങ്കിൽ അത് പതുക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുള്ളൂ, പതുക്കെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ ഉയർത്തുകയുള്ളൂ. അപ്പോൾ അത് പ്രമേഹമുള്ളവർക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കുവാൻ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഭക്ഷ്യഘടകമാണ് നാരുകൾ. അതുപോലെ തന്നെ പ്രമേഹം ഇല്ലാത്തവർക്ക് അത് വരാതിരിക്കാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഓവർ വെയ്റ്റ്, അതായത് വണ്ണം ഉണ്ടാകാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും നമ്മുടെ ഈ നാരുകൾ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മളിൽ പലരും, പ്രത്യേകിച്ച് നമ്മുടെ യങ്ങർ ജനറേഷൻ, പച്ചക്കറികളും പഴങ്ങളും ഒന്നും കഴിക്കാൻ പ്രത്യേകം ഒരു താല്പര്യവും കാണിക്കാറില്ല. പലർക്കും അത് വേണ്ട. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം വീട്ടിൽ വിളമ്പുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ 12 അല്ലെ 15 വയസ്സുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒന്നും പച്ചക്കറി കൊണ്ടുള്ള വിഭവങ്ങളൊന്നും അവർക്ക് വേണ്ട. അവർക്കൊന്നെങ്കിൽ ഇറച്ചി, ബീഫ് വേണം, മട്ടൺ വേണം, അല്ലെങ്കിൽ മത്സ്യങ്ങൾ വേണം. ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രം മതി. അങ്ങനെ നമ്മൾ പച്ചക്കറികളും പഴങ്ങളും കഴിക്കാൻ ആ വൈമുഖ്യം കാണിക്കുന്നത് കൊണ്ട് നമുക്ക് പല പോഷകങ്ങളും നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല. നമ്മുടെ ശരീരത്തിലെ ആരോഗ്യത്തിന് ആവശ്യമായ, അല്ലെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ പല വൈറ്റമിൻസും മിനറൽസും ഫൈറ്റോ കെമിക്കൽസും ആൻറ്റി ഓക്സിഡൻസും ഒന്നും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് പല രോഗങ്ങളും നമ്മളെ പെട്ടെന്ന് പിടികൂടുന്നത്. അപ്പോൾ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നില്ലാത്ത എന്ന് പറയുന്ന ആ തെറ്റ് നമ്മൾ തിരുത്തി പച്ചക്കറികളും പഴങ്ങളും ദിവസവും നമ്മൾ കഴിക്കണം. ഒരു ദിവസം ഏതാണ്ട് 300 ഗ്രാം പച്ചക്കറികൾ കഴിക്കണം എന്നാണ് WHO പറയുന്നത്. അതുപോലെ തന്നെ 150 ഗ്രാം പഴങ്ങൾ നമ്മൾ ദിവസവും കഴിച്ചിരിക്കണം. അത് നമ്മൾ കുട്ടികളും മുതിർന്നവരും പ്രായമുള്ളവരും എല്ലാവരും ആ റൂള് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. എങ്കിലേ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്തുവാൻ പറ്റുകയുള്ളൂ. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റ്, നമ്മൾ കൊഴുപ്പ് കൂടുതലായിട്ട് കഴിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റും അടങ്ങിയ വിവിധ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നു. അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണ സാധനമാണ് റെഡ് മീറ്റ്. അതായത് നമുക്ക് ബീഫ്, മട്ടന്, പോർക്ക് തുടങ്ങിയവയൊക്കെ റെഡ് മീറ്റാണ്. അതിനകത്ത് പ്രോട്ടീൻ ധാരാളമുണ്ട്, പക്ഷേ അതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റും കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭക്ഷണ സാധനങ്ങൾ ഫ്രീക്വൻ്റായിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റ്, അല്ലെ പൂരിത കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെത്തുന്നു. അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ്, അത് ഏറ്റവും ചീത്ത കൊഴുപ്പാണ്. അത് പല ബേക്കറി പലഹാരങ്ങൾ, അതായത് കേക്ക് ഉൾപ്പെടെയുള്ള ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് ചേർക്കുന്ന ഒരു കൊഴുപ്പാണ് ട്രാൻസ് ഫാറ്റ്, അല്ലെ ട്രാൻസ് ഫാറ്റി ആസിഡ്. അത് വളരെ അപകടകരമായ ഒരു കൊഴുപ്പാണ്. അപ്പോൾ നമ്മളതിൻ്റെ അപകടം പലരും മനസ്സിലാക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. അത് നമുക്ക് അമിതവണ്ണത്തിന് കാരണമാകും, ഡയബറ്റീസ് വരാൻ കാരണമാകും, നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുന്നു. അങ്ങനെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു കൊഴുപ്പാണ് ട്രാൻസ് ഫാറ്റ്. അത് മിക്ക ബേക്കറി പലഹാരങ്ങളിലും അത് നമ്മളറിയാതെ തന്നെ അവർ ചേർക്കുന്നുണ്ട്, നമ്മളറിയാതെ തന്നെ അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ 4-5 തെറ്റുകളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വേറെയും ധാരാളമുണ്ട്. അവയെപ്പറ്റി എല്ലാം നമുക്ക് ഈ ഒരവസരത്തിൽ തന്നെ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമല്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.